നമസ്കാരം, മലയാളത്തിലേക്ക് സ്വാഗതം. സോളാർ ഓഹരികളിൽ നിക്ഷേപമുള്ളവരാണോ നിങ്ങൾ? എങ്കിൽ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കേണ്ട ഒരു സുപ്രധാന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇന്ന് രാവിലെ ഓഹരി വിപണി ആരംഭിച്ചപ്പോൾ തന്നെ വാരി എനർജീസ്, പ്രീമിയം എനർജീസ്, വിക്രം സോളാർ തുടങ്ങിയ പ്രധാന സോളാർ കമ്പനികളുടെ ഓഹരി വിലയിൽ വലിയ ഇടിവാണ് രേഖപ്പെടുത്തിയത്. വാരി എനർജീസിന്റെ ഓഹരി വില ഒരു ഘട്ടത്തിൽ 15% വരെ താഴേക്ക് പോയി. നിലവിൽ ഏകദേശം 12% നഷ്ടത്തിലാണ് വ്യാപാരം തുടരുന്നത്. മറ്റൊരു പ്രമുഖ കമ്പനിയായ പ്രീമിയർ എനർജീസ് 13% വരെ ഇടിവ് രേഖപ്പെടുത്തിയെങ്കിലും പിന്നീട് ആ തകർച്ചയിൽ നിന്ന് പതുക്കെ കരകയറാൻ ശ്രമിക്കുന്നുണ്ട്. നിലവിൽ ഈ ഓഹരി 7%-ഓളം നഷ്ടത്തിലാണ്. ഇവർക്ക് വിദേശ രാജ്യങ്ങളിലേക്ക് വലിയ തോതിൽ കയറ്റുമതി ഇല്ലാത്തത് ആശ്വാസകരമാണ്. കൂടാതെ വിക്രം സോളാറിന്റെ ഓഹരി വിലയിലും 5% വരെ ഇടിവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്താണ് ഇതിന് പിന്നിലെ യഥാർത്ഥ കാരണമെന്ന് നമുക്ക് നോക്കാം. പ്രധാനമായും അമേരിക്കൻ ഗവൺമെന്റ് ഇന്ത്യൻ സോളാർ സെല്ലുകൾക്കും പാനലുകൾക്കും മേൽ ഏകദേശം 126%, കൃത്യമായി പറഞ്ഞാൽ 125.87% പ്രിലിമിനറി കൗണ്ടർ വെയിലിംഗ് ഡ്യൂട്ടി അഥവാ ഇറക്കുമതി നികുതി ചുമത്തിയതാണ് ഈ തകർച്ചയ്ക്ക് കാരണം. ഇന്ത്യൻ കമ്പനികൾക്ക് സർക്കാർ നൽകുന്ന സബ്സിഡികൾ കാരണം അവർ വളരെ കുറഞ്ഞ വിലയ്ക്ക് പാനലുകൾ അമേരിക്കയിൽ വിൽക്കുന്നുവെന്നും ഇത് അവിടുത്തെ പ്രാദേശിക നിർമ്മാതാക്കളെ ദോഷകരമായി ബാധിക്കുന്നുവെന്നുമാണ് അമേരിക്കയുടെ കണ്ടെത്തൽ. ഇന്ത്യയെ കൂടാതെ ഇന്തോനേഷ്യ, ലാവോസ് എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള ഇറക്കുമതിക്കും സമാനമായ നികുതികൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇന്തോനേഷ്യയിൽ നിന്നുള്ള ഇറക്കുമതിക്ക് 86% മുതൽ 143% വരെയും ലാവോസിൽ നിന്നുള്ള ഇറക്കുമതിക്ക് 81% പ്രാഥമിക നികുതിയാണ് നിശ്ചയിച്ചിരിക്കുന്നത്. ഈ കമ്പനികളെ ഇത് എങ്ങനെ ബാധിക്കുമെന്ന് നോക്കാം. അമേരിക്കൻ വിപണിയിൽ വാരി എനർജീസിന് സ്വന്തമായി നിർമ്മാണ യൂണിറ്റ് ഉണ്ട്. ഡിസംബർ പാദത്തിലെ വരുമാന റിപ്പോർട്ട് ചർച്ച ചെയ്തപ്പോൾ അമേരിക്ക തങ്ങളെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട വിപണിയാണെന്നും അവിടെ വെറും നിർമ്മാണം മാത്രമല്ല മറിച്ച് നിക്ഷേപങ്ങൾ ഇരട്ടിയാക്കുകയാണ് കമ്പനി മാനേജ്മെന്റ് വ്യക്തമാക്കിയിരുന്നു. ഇതിന്റെ ഭാഗമായി അടുത്തിടെ അവർ മേയർ ബർഗർ എന്ന കമ്പനിയെ ഏറ്റെടുക്കുകയും പുതിയ ബിസിനസ് സാധ്യതകൾ സജീവമായി തേടുകയും ചെയ്തിരുന്നു. മൂന്നാം പാദത്തിന്റെ അവസാനത്തിൽ വാരി എനർജീസിന്റെ ഓർഡർ ബുക്ക് 60,000 കോടി രൂപയുടേതാണ്. കൂടാതെ 2026 സാമ്പത്തിക വർഷത്തേക്ക് ലക്ഷ്യമിട്ടിരുന്ന 5,500 കോടി രൂപ മുതൽ 6,000 കോടി രൂപ വരെയുള്ള ലാഭവിഹിതം മറികടക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസം കമ്പനി പ്രകടിപ്പിച്ചിരുന്നു. ഡിസംബർ പാദത്തിൽ വാരിയുടെ ആകെ വരുമാനത്തിന്റെ 32% വിദേശ വിപണികളിൽ നിന്നാണ് ലഭിച്ചത്. അതേസമയം പ്രീമിയർ എനർജീസിന് അമേരിക്കൻ വിപണിയിൽ കാര്യമായ ബിസിനസ് ബന്ധങ്ങളില്ല. എന്നാൽ വിക്രം സോളാറിന്റെ ഓർഡർ ബുക്കിന്റെ 20% കയറ്റുമതിയെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. കഴിഞ്ഞ വർഷം ഏപ്രിലിൽ 4 തെക്ക് കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്നുള്ള സോളാർ ഉപകരണങ്ങൾക്ക് അമേരിക്ക ആന്റി ഡംപിംഗ് ഡ്യൂട്ടി ഏർപ്പെടുത്തിയപ്പോൾ ഇന്ത്യയെ അതിൽ നിന്ന് ഒഴിവാക്കിയിരുന്നു. അന്ന് പ്രീമിയർ, വാരി എന്നീ കമ്പനികളുടെ ഓഹരി വിലയിൽ വലിയ മുന്നേറ്റമുണ്ടായതും ശ്രദ്ധേയമായിരുന്നു. യഥാർത്ഥത്തിൽ ഈ നികുതി ഇപ്പോൾ പ്രാബല്യത്തിൽ വരുന്നത് ഇന്ത്യൻ എക്സ്പോർട്ടർമാരെ അമേരിക്കൻ മാർക്കറ്റിൽ നിന്നും ഏകദേശം പുറത്താക്കുന്നതിന് തുല്യമാണ്. കാരണം 126% നികുതി കൂടി നൽകുമ്പോൾ പാനലുകളുടെ വില കുത്തനെ കൂടും. ഈ മാസം ആദ്യം പ്രധാനമന്ത്രി മോദിയും പ്രസിഡന്റ് ട്രംപും തമ്മിൽ ഒരു പുതിയ വ്യാപാര കരാറിൽ ഒപ്പുവച്ചിരുന്നു. അതിലൂടെ ടാക്സുകൾ 18% കുറയ്ക്കാൻ സാധ്യതയുണ്ടെന്ന റിപ്പോർട്ടുകൾക്കിടയിലാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു വലിയ നികുതി പ്രഖ്യാപനം വരുന്നത്. ഇത് വെറും പ്രിലിമിനറി അഥവാ പ്രാഥമിക തീരുമാനം മാത്രമാണ്. അന്തിമ തീരുമാനം വരാനിരിക്കുന്നതേയുള്ളൂ. അമേരിക്കൻ വാണിജ്യ വകുപ്പിന്റെ കണക്കുകൾ പ്രകാരം 2024 ഇന്ത്യയിൽ നിന്നുള്ള സോളാർ ഇറക്കുമതി $792.6 ദശലക്ഷം എത്തിയിരുന്നു. ഇത് 2022 മൂല്യത്തെക്കാൾ 9 മടങ്ങ് അധികമാണ്. ഇത്രയും ഉയർന്ന നികുതി നിരക്കുകൾ വരുന്നതോടെ ഇന്ത്യൻ സോളാർ പാനൽ നിർമ്മാതാക്കൾക്ക് അമേരിക്കൻ മാർക്കറ്റ് വലിയ തോതിൽ അപ്രാപ്യമാകുമെന്ന് സിറ്റി അനലിസ്റ്റ് വിക്രം ബാഗി ചൊവ്വാഴ്ച പുറത്തിറക്കിയ റിസർച്ച് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. ഓഹരികളുടെ അവസ്ഥ എന്താണ്? വാരി എനർജീസ് ഇന്ന് 10% മുതൽ 14% വരെ ഇടിഞ്ഞ് 2,586 to 2,722 നിലവാരത്തിലാണ് വ്യാപാരം നടത്തുന്നത്. ഈ ഇടിവോടെ ഓഹരി അതിന്റെ 5-day, 20-day, 50-day, 100-day, 200-day മൂവിംഗ് ആവറേജുകൾക്ക് താഴെയായിട്ട് എത്തിയിട്ടുണ്ട്. ഇത് വലിയൊരു ബെയറിഷ് ട്രെൻഡിനെയാണ് സൂചിപ്പിക്കുന്നത്. ഇമ്മീഡിയറ്റ് സപ്പോർട്ട് 2,550-ലും അടുത്ത പ്രധാന സപ്പോർട്ട് 2,500 രൂപയിലുമാണ്. തിരിച്ചു കയറാൻ ശ്രമിക്കുകയാണെങ്കിൽ 2,880 രൂപ, 2,910 രൂപ എന്നിവ കടുത്ത റെസിസ്റ്റൻസ് ആയി തീർന്നേക്കാം. പ്രീമിയർ എനർജീസിന്റെ ഇന്നത്തെ വ്യാപാരത്തിൽ വലിയ ചാഞ്ചാട്ടമാണ് പ്രകടമായത്. ഇന്ന് രാവിലെ മാർക്കറ്റ് തുടങ്ങിയപ്പോൾ തന്നെ 10%-ഓളം ഇടിഞ്ഞ് 666 രൂപ എന്ന നിലവാരത്തിലേക്ക് ഓഹരി എത്തിയിരുന്നു. ഇത് ഏകദേശം അതിന്റെ 52 ആഴ്ചയിലെ ഏറ്റവും താഴ്ന്ന നിരക്കിന് അടുത്താണ്. എന്നാൽ അവിടെ നിന്ന് ഏകദേശം 10%-ലധികം റിക്കവറി നടത്തി ഇപ്പോൾ വെറും 736 എന്ന നിലവാരത്തിലാണ് വ്യാപാരം നടത്തുന്നത്. പോസിറ്റീവായ ഒരു സൂചനയാണ് ഇത് നൽകുന്നത്. 660 to 670 എന്ന റേഞ്ച് ഈ ഓഹരിക്ക് വളരെ ശക്തമായ ഒരു സപ്പോർട്ടായി പ്രവർത്തിക്കും എന്ന് ഇന്നത്തെ നീക്കം തെളിയിക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ ചർച്ച ചെയ്ത പോലെ പ്രീമിയർ എനർജീസിന് അമേരിക്കൻ മാർക്കറ്റിൽ വലിയ തോതിൽ ബിസിനസ് ഇല്ലാത്തത് നിക്ഷേപകർക്ക് ഈ വിലയിൽ ഓഹരി വാങ്ങാൻ ധൈര്യം നൽകുന്നുണ്ടാകാം.
വിക്രം സോളാർ ഓഹരിയും ഇന്ന് വിപണിയിൽ വലിയ സമ്മർദ്ദത്തിലാണ്. ഇന്ന് രേഖപ്പെടുത്തിയ 171 എന്നത് ഓഹരിയുടെ കഴിഞ്ഞ ഒരു വർഷത്തെ ഏറ്റവും താഴ്ന്ന വിലയാണ്. ഇത് സൂചിപ്പിക്കുന്നത് ഓഹരി വളരെ ശക്തമായ ഒരു ബെയറിഷ് ട്രെൻഡിലാണ് എന്നാണ്. 171 നിന്ന് 176 നേരിയ ഒരു തിരിച്ചുകയറ്റം കാണിക്കുന്നുണ്ടെങ്കിലും പ്രീമിയർ എനർജീസിനെ അപേക്ഷിച്ച് വിക്രം സോളാറിലെ റിക്കവറി അല്പം പതുക്കെയാണ്. സിറ്റി അനലിസ്റ്റുകൾ സൂചിപ്പിച്ചതുപോലെ അമേരിക്കൻ നികുതി വർധനവ് വിക്രം സോളാർ പോലുള്ള കയറ്റുമതിയെ ആശ്രയിക്കുന്ന കമ്പനികളെ കൂടുതൽ ബാധിക്കുമെന്ന ഭയം നിക്ഷേപകർക്കിടയിലുണ്ട്. ഇത്രയും വലിയ തിരിച്ചടിക്കിടയിലും വിക്രം സോളാർ കഴിഞ്ഞ ദിവസം ജൂപ്പിറ്റർ ഇന്റർനാഷണലുമായി 2000 കോടി രൂപയുടെ സോളാർ സെൽ കരാറിൽ ഒപ്പുവെച്ചിട്ടുണ്ട്. ഇത് കമ്പനിയുടെ ആഭ്യന്തര നിർമ്മാണ ശേഷി വർദ്ധിപ്പിക്കാൻ സഹായിക്കും. സോളാർ ഓഹരികളിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഒരു തകർച്ച ദീർഘകാല നിക്ഷേപകർക്ക് ഒരു മികച്ച എൻട്രി പോയിന്റ് ആണോ എന്നത് നിക്ഷേപകർക്കിടയിൽ ഒരു സംശയമാണ്. ഇതിനെ നമുക്ക് 2 വശങ്ങളിലൂടെ വിശകലനം ചെയ്യാം. ബുൾ കേസ് സെനാരിയോ നോക്കിയാൽ ഇന്ത്യ 2030 500 ഗിഗാവാട്ടിന്റെ പുനരുപയോഗ ഊർജ്ജം ലക്ഷ്യമിടുന്നുണ്ട്. ഇതിനായി PM സൂര്യ ഗർ പോലുള്ള പദ്ധതികൾ വഴി ആഭ്യന്തര വിപണിയിൽ വലിയ ഡിമാൻഡ് വരും വർഷങ്ങളിൽ ഉണ്ടായേക്കാം. ഇത് കമ്പനികൾക്ക് അനുകൂലമാണ്. വാരി എനർജീസ് പോലുള്ള കമ്പനികൾ അമേരിക്കയിൽ നേരിട്ട് ഫാക്ടറികൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഇത് ഇറക്കുമതി നികുതിയെ മറികടക്കാൻ അവരെ സഹായിക്കും. മികച്ച ഫണ്ടമെന്റൽസ് ഉള്ള കമ്പനികൾ താഴ്ന്ന വിലയിൽ ലഭിക്കുന്നു എന്നത് ദീർഘകാലത്തേക്ക് ലാഭകരമായേക്കാം. ഇനി ബെയർ കേസ് സെനാരിയോ നോക്കിയാൽ അമേരിക്ക ഏർപ്പെടുത്തിയ 126% ടാക്സ് ഒരു പ്രാഥമിക തീരുമാനം മാത്രമാണ്. ഇതിൽ മാറ്റം ഉണ്ടാകുമോ അതോ അന്തിമമായി നടപ്പിലാക്കുമോ എന്നതിൽ ഇനിയും വ്യക്തത വരേണ്ടതുണ്ട്. അമേരിക്കൻ വിപണി നഷ്ടപ്പെടുന്നത് കമ്പനികളുടെ ലാഭക്ഷമതയെ ബാധിച്ചേക്കാം. മിക്ക ഓഹരികളും ഇപ്പോൾ ഡൗൺ ട്രെൻഡിൽ തന്നെയാണ്. പെട്ടെന്നുള്ള ഒരു തിരിച്ചുകയറ്റം പ്രതീക്ഷിക്കുന്നത് റിസ്ക് ആണ്. നിങ്ങൾ ഒരു ദീർഘകാല നിക്ഷേപകനാണെങ്കിൽ SIP രീതി പിന്തുടരുക. എല്ലാ പണവും ഒന്നിച്ചിപ്പോൾ നിക്ഷേപിക്കുന്നതിന് പകരം ഘട്ടം ഘട്ടമായി ഓഹരികൾ വാങ്ങുക. അമേരിക്കൻ കയറ്റുമതിയെ മാത്രം ആശ്രയിക്കാതെ ഇന്ത്യയിൽ ശക്തമായ സാന്നിധ്യമുള്ള കമ്പനികൾക്ക് മുൻഗണന നൽകുക. അമേരിക്കയുടെ അന്തിമ തീരുമാനവും വരാനിരിക്കുന്ന അടുത്ത പാദഫലങ്ങളും നോക്കിയ ശേഷം നിക്ഷേപം വർദ്ധിപ്പിക്കുക. ദീർഘകാല അടിസ്ഥാനത്തിൽ ഇന്ത്യയിലെ സോളാർ മേഖലയ്ക്ക് വലിയ വളർച്ചാ സാധ്യതയുണ്ട്. എന്നാൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ തകർച്ച വാർത്താ അധിഷ്ഠിതമായ ഒന്നായതുകൊണ്ട് തന്നെ അമിതമായ ആവേശം കാണിക്കാതെ സൂക്ഷ്മതയോടെ മാത്രം